പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ വാതുറന്നാൽ വർഗീയ വിഷം മാത്രം ചീറ്റുന്ന പടുകിളവനായിട്ടുള്ള ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു ജാതി നേതാവുണ്ട്. അയാളുടെ പേരാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. അടിമുടി അഴിമതിക്കാരൻ, ശതകോടികളുടെ അഴിമതി നടത്തുന്ന നേതാവ്. അയാളുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 10-45% വരുന്ന ഈഴവരിൽ ബഹുഭൂരിപക്ഷവും അയാളുടെ 2 കക്ഷങ്ങളിൽ അയാളിങ്ങനെ ഒതുക്കി വച്ചിരിക്കുകയാണ് എന്നാണ് ആ വർഗീയ വിഷം തുപ്പുന്ന ആ വയോവൃദ്ധൻ വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. അയാൾ അടിമുടി അഴിമതി ആണ് നടത്തുന്നതെന്ന് രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെയും ഉറക്കത്തിൽ പോലും അയാൾ അഴിമതിയാണ് നടത്തുന്നത് എന്നും അറിയാത്തവർ ആരുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ നാണം കെട്ട വരിയുടയ്ക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ എന്തോ ഒരു മിഥ്യാധാരണ ഇയാളുടെ പോക്കറ്റിലാണ് ഇവിടുത്തെ ഈഴവരുടെ വോട്ടുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധൻ്റെ മുന്നിൽ ചെന്നിട്ട് അവർ മൂക്ക് മുട്ടിച്ച് ഇങ്ങനെ നിൽക്കും. ഇത്രയും ബോധം മാത്രമേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അയാളാവട്ടെ കൊടിയ അഴിമതി, അയാളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയി കൊടിയ അഴിമതി, തലവരിപ്പണം അതെല്ലാം മേടിക്കുന്നു. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മേടിക്കുന്നു. അയാൾ 8-10 വർഷമായി പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ അഴിമതിപ്പണം, അയാളുടെ കള്ളപ്പണം അയാൾക്ക് സംരക്ഷിച്ച് നിർത്തണം. അതിനുവേണ്ടി മാത്രമാണ് അയാൾ പിണറായി വിജയനെ സ്തുതി കൊണ്ട് മൂടുന്നത്. മറുഭാഗത്ത് അയാളുടെ ഒരു മകനുണ്ട്, അയാളും വലിയ കൊടിയ അഴിമതിക്കാരനാണെന്നാണ് കേട്ടത്, തുഷാർ വെള്ളാപ്പള്ളി. മകനെ അയാൾ BJPയുടെ കൂടെ നിർത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP ആയതുകൊണ്ട് BJP ഇയാളൊന്നും ചെയ്യില്ല, കേരളത്തിൽ പിണറായി വിജയൻ ആയതുകൊണ്ട് പിണറായി വിജയനും ഇയാളെ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു കൊടിയ അഴിമതിക്കാരനായിട്ടുള്ള അയാൾ അയാളിങ്ങനെ ഈ ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറഞ്ഞതുപോലെ ദുഷ്ടനും അഴിമതിക്കാരനായിട്ടുള്ള ഇയാൾ ഒരു വടവൃക്ഷമായി ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് നിസ്സഹായരായി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ജനങ്ങൾക്ക് കഴിയുന്നുള്ളൂ. അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ വാ തുറന്നാൽ ഒന്നുകിൽ വർഗീയ വിഷം ചീറ്റുക, അല്ലെങ്കിൽ പിണറായിയെ സ്തുതിക്കുക. ഇത് രണ്ടിനും വേണ്ടി മാത്രമേ ഈ വയോവൃദ്ധൻ വാ തുറക്കാറുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം വായടച്ച് വെച്ച് അഴിമതി നടത്തൽ, 10 പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അയാൾ പലതവണ പ്രവചനം നടത്തിയിട്ടുണ്ട്, അതിലെല്ലാം ഘടകവിരുദ്ധമായിട്ടേ വന്നിട്ടുള്ളൂ. അയാൾ കഴിഞ്ഞ ദിവസം എവിടെയോ ഇരുന്നിട്ട് പറയുന്നത് കേട്ടു, പിണറായി വിജയൻ അല്ലെങ്കിൽ CPM വട്ടപൂജ്യം എന്ന്. അയാളുടെ പൊട്ടബുദ്ധിയിലേക്ക് മനസ്സിലാവാത്ത കാര്യം, പിണറായി വിജയൻ ഉള്ള CPM ആണ് വട്ടപൂജ്യം എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ അത്രയ്ക്കുള്ള ബുദ്ധി അയാളുടെ തലയ്ക്കകത്തുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശബരിമല പെരുങ്കൊള്ള തെരഞ്ഞെടുപ്പിൽ വിഷയമാവില്ല എന്ന്. അതാണ് തെരഞ്ഞെടുപ്പ് 2 ദിവസം മുമ്പ് അയാൾ പറഞ്ഞത്. പിണറായി വിജയനും അയാൾ ഒരുപോലെ തന്നെ പറഞ്ഞത്. പിണറായി വിജയൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇയാളെന്താ വലിയ ജാതി നേതാവാണല്ലോ, ഇയാൾ വന്നിട്ട് പറഞ്ഞു ശബരിമല വിഷയമാവില്ല. എന്തെങ്കിലും ഉളുപ്പുള്ള അയാളാണെങ്കിൽ അയാളെ കുറ്റിയും പറിച്ച് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഓടുകയല്ലേ ചെയ്യേണ്ടത്? ശബരിമല വിഷയമായോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചില്ലേ സുഹൃത്തുക്കളെ? അയാൾ പിണറായി വിജയനെ താങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം അയാളുടെ കള്ളപ്പണവും അഴിമതിപ്പണവും എല്ലാം സംരക്ഷിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലമായി. അതിൻ്റെ നന്ദി, അതിൻ്റെ ഉപകാര സ്മരണ അയാൾ പിണറായി വിജയനോട് കാണിച്ചതാണ്. പക്ഷെ ജനം എന്ത് ചെയ്യുന്നറിയാവോ? ജനം അയാളുടെ മോന്തക്കുറ്റിക്കിട്ട് അടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ്റെ മോന്തക്കുറ്റിക്കിട്ട്, ആ വൃദ്ധനാണെന്നുള്ളത് നോക്കാതെ മോന്തക്കുറ്റിക്കിട്ട് അടിച്ചു ജനം. അതാണ് ഇപ്പം നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലം. അയാൾ വാ തുറന്നാൽ അയാളുടെ ആ വിഷനാവിൽ നിന്ന് എന്താണ് വരിക? ആ വിഷനാവിൽ നിന്ന് ഒന്നുകിൽ മുസ്ലിങ്ങൾക്കിട്ട് ചീത്ത, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിട്ട് ചീത്ത. അയാൾ മുസ്ലിങ്ങൾക്കിട്ടും ക്രിസ്ത്യാനികൾക്കിട്ടും എന്ത് ചീത്തയാണ് കൊടുത്തത്, എന്ത് ചീത്തയാണ് പറഞ്ഞെന്നുള്ളത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കാരണം ആവർത്തിച്ചാൽ ഈ പറഞ്ഞ പോലെ നോസിയേറ്റിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും, ഛർദ്ദിക്കാൻ വരും എന്നുള്ളത് കൊണ്ട് അയാൾ ഈ മുസ്ലിങ്ങൾക്കിട്ടും ക്രിസ്ത്യാനികൾക്കിട്ടും എതിരെ പറയുന്ന വൃത്തികേടുകൾ ആ നിലയിൽ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ ആ രണ്ട് മതവിഭാഗങ്ങളും അയാളെ എത്രത്തോളം വെറുത്തു എന്നതിൻ്റെ ഉദാഹരണം അവിടുത്തെ വോട്ടെടുപ്പ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇയാൾ നടത്തിയിട്ടുള്ള വെറുപ്പും അലർപ്പും കലർന്ന പരാമർശങ്ങൾക്ക് ഉള്ള അടി കിട്ടിയത് അയാൾക്കിട്ടല്ല, CPM-നിട്ടാണെന്ന് നമ്മൾ ഓർക്കണം. CPM-നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ ഇത്തരം പണികൾ ചെയ്തുകൊണ്ടിരുന്നത്, ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫലം വന്നപ്പോഴത്തേക്കും ഈ വയോവൃദ്ധനൊന്നും സംഭവിച്ചില്ല, ഈ അഴിമതിക്കാരനായിട്ടുള്ള വയോവൃദ്ധനൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ അടി മുഴുവൻ മസ്തകത്തിന് CPM-നിട്ട് കിട്ടി. ഇനി CPM-ൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയന് അടി കിട്ടി. കാരണം പിണറായി വിജയൻ ഈ അഴിമതിക്കാരനായിട്ടുള്ള വയോവൃദ്ധനെ കാറി കയറ്റിക്കൊണ്ടു പോകുന്നത് ജനം കണ്ടു. അവരെ അടിച്ചു, അവർ മുഖമടച്ച് അടിച്ച് പിണറായി വിജയനിട്ടും കൊടുത്തു. അപ്പം അതുകൊണ്ട് ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധൻ്റെ പുലമ്പലുകൾ, അയാളുടെ വിഷവായിൽ നിന്ന് വിഷനാക്കിൽ നിന്ന് വരുന്ന വിഷം കലർന്ന പ്രസ്താവനകൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മൊത്തം അകറ്റി എന്ന് മാത്രമല്ല, അയാളെ തോളിൽ വെച്ച് കൊണ്ടു നടന്നതുകൊണ്ട് CPM-കാരായിട്ടുള്ള ഈഴവരായിട്ടുള്ള അണികളും അയാളെ ഡംപ് ചെയ്തു, പിണറായി വിജയനെ ഡംപ് ചെയ്തു. എന്തിന്? ഈ അഴിമതിക്കാരനായിട്ടുള്ള വയോവൃദ്ധനെ തോളെ കയറ്റി കൊണ്ടു നടന്നതിന്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഇത്ര നിസ്തുലമായിട്ടുള്ള വിജയമുണ്ടായതിൻ്റെ ഒരു സുപ്രധാന കാരണം ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധനാണ്. അയാളുടെ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകളാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെ ഈഴവർക്കെതിരെയുമുള്ള പ്രസ്താവനകളാണ്. ആ പ്രസ്താവനകളിലൂടെ പരസ്യമായി അയാൾ പിണറായി വിജയനെ സഹായിക്കാനാണ് ശ്രമിച്ചെങ്കിലും പിണറായി വിജയനിട്ടും കിട്ടി അതിൻ്റെ അടി നമ്മൾ മനസ്സിലാക്കിക്കോളാം. അതുകൊണ്ട് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഈ പണി നിർത്തേണ്ടതാണ്. പക്ഷേ അയാൾ പണി നിർത്തില്ലല്ലോ. കാരണം അയാൾ എനിക്കൊന്ന് 10-15 വയസ്സായി, ഒരു 100 വയസ്സ് കഴിയുന്നതിനും വരെ അഴിമതി നടത്തി ഒരു കുറേ കോടികളും കൂടെ ഉണ്ടാക്കിയിട്ടേ അയാൾ നമ്മളെ വിട്ട് പോവുകയുള്ളൂ. കാരണം ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നാണല്ലോ. അതുകൊണ്ട് അയാൾ ഒരു 100 വയസ്സൊന്നും കഴിയാതെ അയാൾ ഈ ലോകം വിട്ടു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ജനങ്ങൾ അയാളെ ചവിട്ടി തേച്ച് കളഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലൂടെ ചവിട്ടി തേച്ച് കളഞ്ഞു. അയാളുടെ പൊടി പോലെ അയാൾ എവിടെയുണ്ടെന്ന് പോലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അയാളെ കുറച്ച് ദിവസത്തേക്ക് അയാൾ പ്രസ്താവനകളായിട്ടൊന്നും പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ പൊക്കിക്കൊണ്ട് നടന്നതിന് ജനങ്ങൾ പിണറായി വിജയൻ്റെയും കരണക്കുറ്റിക്കിട്ട് ഇടം വലം അടി കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി വ്യക്തിപരമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധനെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ ആരംഭിക്കുകയാണ്. അതെങ്ങനെയാണ് എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് UDF നേതാക്കന്മാരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധനെ താങ്ങി നിങ്ങൾ നടക്കരുത്. അയാൾക്കൊന്നും സമൂഹത്തിൽ 10 പൈസയുടെ വിലയില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഈഴവരിൽ ബഹുഭൂരിപക്ഷം പേരും ഇയാൾ ഈ പറഞ്ഞ വൃത്തികേടുകൾക്കെതിരായിട്ടാണ് ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ തെക്കൻ കേരളത്തിലെ വോട്ട് നമ്മൾ നോക്കൂ, ആലപ്പുഴയിലെ വോട്ട് നോക്ക്, നമ്മൾ കൊല്ലത്തെ വോട്ട് നോക്ക്, തിരുവനന്തപുരത്തെ ഈഴവ കേന്ദ്രങ്ങളിലെ വോട്ട് നോക്ക്. ആ വോട്ടുകളെല്ലാം തന്നെ വൻതോതിൽ UDF-ന് അനുകൂലമായിട്ടാണ് ഇത്തവണ വീണിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കൊല്ലമാണ്, ഏറ്റവും പ്രധാനം ആലപ്പുഴയാണ്. കൊല്ലത്തും ആലപ്പുഴയിലാണല്ലോ ഇയാളുടെ സ്വാധീന കേന്ദ്രങ്ങൾ എന്ന് ഇയാൾ പറയുന്നത്. അവിടെ എല്ലാം തന്നെ വലിയ തോതിൽ ഈഴവ വോട്ടുകൾ UDF-ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകളും ഈ വിഷപ്പാമ്പിനെ തോളയിൽ കൊണ്ടു നടന്ന പിണറായി വിജയന് കിട്ടിയ അടിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജാതിമത വിഭാഗങ്ങളിലുമുള്ളവർ, വോട്ടർമാർ, എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഒരുമിച്ച് നിന്ന് ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ വയോവൃദ്ധൻ്റെ വിഷനാവ് അരിഞ്ഞുകളഞ്ഞു എന്ന് കാണാൻ നമുക്ക് കാണാം. അരിഞ്ഞുകളഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ വിഷപ്പാമ്പിൻ്റെ വിഷനാവ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് അരിഞ്ഞുകളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയണം. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇയാൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ ആരംഭിക്കുകയാണ്. അതൊരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് നിയമ പോരാട്ടം ആയിരിക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എനിക്ക് അവസാനമായി ഒന്നുകൂടി UDF നേതാക്കന്മാരോട് പറയാനുള്ളത്, ഈ വിഷപ്പാമ്പിനെ ഇനി തോളിൽ നിങ്ങൾ കൊണ്ടു നടന്നാൽ പിണറായി വിജയന് കിട്ടിയ മുഖത്തുള്ള അടി പോലുള്ള അടി UDF നേതാക്കന്മാർക്കും കിട്ടും എന്ന് അവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.